ആത്മാർത്ഥത തീരെയില്ലാത്ത സ്റ്റെപ്പുകളാണ് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നോക്കൂ, വഖഫ് ബോർഡിനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരേർപ്പാട്, അതാണ് സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടത് സർക്കാർ വന്നതിന് ശേഷമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇടത് സർക്കാർ ചാർജ് എടുത്തതിന് ശേഷമാണ് മുനമ്പംകാർ ഈ പ്രശ്നത്തിലേക്ക് പെട്ടിട്ടുള്ളത്. അത് 2008 നിസാർ കമ്മീഷനിലൂടെ, 2009 നിസാർ കമ്മീഷൻ വഖഫ് ബോർഡിനോട് ചോദിക്കുന്നു, മുനമ്പം വഖഫാണോ അല്ലയോ. വഖഫ് ബോർഡ് എന്തോ മാജിക്ക് പുറത്തെടുക്കുന്നു. വഖഫ് ആധാരം എന്നൊരു വാക്ക് ഒരു ഡീഡിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇത് വഖഫാണെന്ന് പ്രഖ്യാപിക്കുന്നു. കണ്ടീഷനോടുകൂടി ഒരു വഖഫ് ഉണ്ടാകാമോ എന്നൊരു ചോദ്യത്തിന് വഖഫ് ബോർഡിന് മറുപടിയില്ല. ക്രയവിക്രയം ചെയ്യാം എന്ന് ഈ ഡീഡിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നതിനെക്കുറിച്ച് വഖഫ് ബോർഡിനൊന്നും പറയാനില്ല. 2001 പ്രൊഫസർ KA ജലീൽ, പറവൂർക്കാരൻ KA ജലീൽ, അദ്ദേഹം ഇറക്കിയ തൻ്റെ ആത്മകഥയിൽ, അദ്ദേഹം ആരാണ്? അദ്ദേഹം ഫാറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലുമായിരുന്നു, വഖഫ് ബോർഡിൻ്റെ ചെയർമാനുമായിരുന്നു. അങ്ങനെ 2 മേഖലയിലും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഈ മുനമ്പം കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തൻ്റെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നു, 1 ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഫാറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ടു നൽകുകയായിരുന്നു എന്ന് കൃത്യം എഴുതി വച്ചിരിക്കുന്നു. ഇത് വഖഫ് ബോർഡിന് അന്വേഷിക്കേണ്ടതില്ല, നിസാർ കമ്മീഷന് അന്വേഷിക്കേണ്ടതില്ല, സർക്കാരിന് ഇതൊന്നും അന്വേഷിക്കേണ്ടതില്ല. 30-35 വർഷമായി പണം കൊടുത്ത് വാങ്ങി, അതായത് ഓർക്കണം, 1989 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന 600 കുടുംബങ്ങളുടെ പട്ടയം അവർ വാങ്ങിയിട്ടുള്ളതെന്ന് ഓർക്കണം. എന്നിട്ട് ഉടനെ കണക്ട് ചെയ്യുകയാണ് മാഫിയ. നോക്കണം, സർക്കാരിൻ്റെ ഈ നീക്കങ്ങളിലെല്ലാം വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ കാണാം, ദുരുദ്ദേശങ്ങൾ കാണാം.